നമസ്കാരം. പത്തനംതിട്ടയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണി തുടർന്ന് CPM DYFI നേതാക്കൾ. വനം വകുപ്പ് ഭരിക്കുന്നത് മറ്റൊരു ഘടകകക്ഷിയാണ്. അതുകൊണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് തോന്നിയാസം വേണമെങ്കിലും കാണിക്കാം എന്ന സ്ഥിതിയാണോ ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ ഇത്തരം വാർത്തകളോട് ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. ഒരു സർക്കാർ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരം കൊലവിളി പ്രസംഗങ്ങൾ DYFI CPM നേതാക്കൾ തുടരുകയാണ്. ആരാണ് ഇതിനൊക്കെ ഇവർക്ക് അനുവാദം നൽകിയത് എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ആർക്കെതിരെയും, സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും സാധാരണ ജനങ്ങൾക്കെതിരെയും ഒക്കെ തന്നെ എന്തും കാണിക്കാം, എന്തും പറയാം എന്നുള്ള സ്വാതന്ത്ര്യമാണ് DYFI CPM നേതാക്കൾക്ക് ഉള്ളത് എന്നും പരാതിപ്പെടുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാല് മാത്രമല്ല കൈയും വെട്ടാൻ അറിയാമെന്നാണ് CPM പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗം ജെയ്സൺ സാജൻ ജോസഫ് പറഞ്ഞത്. കടമനിട്ട ലോ കോളേജിൽ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറുകയും പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത കേസിൽ ഒന്നാം പ്രതിയാണ് ജെയ്സൺ സാജൻ ജോസഫ് എന്ന DYFI നേതാവ്. വനം വകുപ്പിനെതിരെ പത്തനംതിട്ട കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് CPM ലോക്കൽ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് പ്രകോപനകരമായ പ്രസംഗം DYFI നേതാവ് നടത്തിയത്. ജനകീയ ജനാധിപത്യ വിപ്ലവം മാത്രമല്ല, സായുധ സമരവും അറിയാമെന്നാണ് ജെയ്സൺ സാജൻ ജോസഫ് പറയുന്നത്. ഇവരെയൊക്കെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്നൊക്കെ ഈ വാർത്തകളോട് പലരും പ്രതികരിക്കുന്നുണ്ട്. ഒരു പൊതുവേദിയിൽ സർക്കാർ വകുപ്പുകൾക്കെതിരെയും സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും കൊലവിളി പ്രസംഗങ്ങൾ നടത്തുകയും കൈയും കാലുമൊക്കെ വെട്ടിയിടും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടും ഇവർക്കെതിരെയൊന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലേ എന്നും നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. ബൂട്ടിട്ട് വീടുകളിൽ പരിശോധനയ്ക്ക് വരുന്ന വനം വകുപ്പ് ജീവനക്കാർ ഒറ്റക്കാലിൽ നടക്കാനുള്ള അഭ്യാസം കൂടി പഠിക്കണമെന്നാണ് DYFI സംസ്ഥാന സമിതി അംഗം ജോബി ടി ഈശോ പറഞ്ഞത്. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സുരേഷ് കുമാറിൻ്റെ തോളിൽ തട്ടിയപ്പോൾ കൊലപാതക ശ്രമത്തിന് കേസെടുത്തു. കൊലപാതക ശ്രമത്തിന് ഇനിയും നിങ്ങൾക്ക് കേസുകൾ എടുക്കേണ്ടി വരുമെന്നാണ് നേതാവിൻ്റെ മുന്നറിയിപ്പ്. വനം വകുപ്പിനെതിരായ പ്രതിഷേധ മാർച്ചിനിടെയാണ് DYFI സംസ്ഥാന സമിതി അംഗം ജോബി ടി ഈശോയുടെ ഇത്തരത്തിൽ പ്രകോപനപരമായ പ്രസംഗം. വനം വകുപ്പ് ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു എന്ന പരാതിയിൽ പത്തനംതിട്ട ചിറ്റാർ പോലീസ് CPM പ്രവർത്തകർക്കെതിരെ ഇന്നലെ കേസെടുത്തിരുന്നു. പരാതി നൽകിയിട്ടും 4 ദിവസം വൈകിയാണ് സംഭവത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. CPM പ്രവർത്തകർ അടക്കം 12 പേരെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. വനിതാ ജീവനക്കാരിയുടെ കൈ പിടിച്ച് തിരിച്ചുവെന്നും ജീവനക്കാരെ പ്രതികൾ സംഘം ചേർന്ന് കയ്യേറ്റം ചെയ്തുവെന്നും FIR-ൽ പറയുന്നു. കൊച്ചുകോയിക്കൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സുരേഷ് കുമാറിൻ്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിനെതിരെയാണ് DYFI നേതാക്കളുടെ കൊലവിളി പ്രസംഗം. നിയമപരമായ കാര്യങ്ങൾ നിയമപരമായി മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. രാഷ്ട്രീയമായ കൊലവിളി നടത്തി ഭീഷണിപ്പെടുത്തി വനം വകുപ്പ് ജീവനക്കാരെ വെട്ടും കൊല്ലും കാലുവെട്ടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന രീതിയാണോ രാഷ്ട്രീയ പ്രവർത്തനം? യുവ നേതാക്കൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? CPM-ൻ്റെ യുവജന പ്രസ്ഥാനമായ DYFI-യുടെ നേതാക്കൾ ചെയ്യുന്ന ഈ പ്രവൃത്തിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് പത്തനംതിട്ടയിലും പ്രദേശങ്ങളിലും ഉയർന്നു വരുന്നത്. ഇതിനൊക്കെ മൗനാനുവാദം കൊടുക്കുന്നത് പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റിയും DYFI-യുടെ ചുമതലക്കാരുമാണ് എന്നും പറയപ്പെടുന്നു. ഈ രീതിയിൽ കൊലവിളി പ്രസംഗങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും ഒരു വകുപ്പിനെതിരെയും നടത്തിക്കഴിഞ്ഞാൽ അതിന് കേസെടുക്കാൻ വകുപ്പില്ലേ എന്നും നാട്ടുകാരും കേരളത്തിൻ്റെ പൊതുസമൂഹവും ചോദിക്കുന്നുണ്ട്. ഇത് CPM നേതാക്കളുടെ മൗനാനുവാദത്തോടെയുള്ള കൊലവിളി പ്രസംഗമാണ്. ഇത്തരത്തിൽ കൊലവിളി പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണോ DYFI? യുവജന പ്രസ്ഥാനം, യുവാക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കൊലവിളി പ്രസംഗമാണോ നിങ്ങളുടെ മര്യാദ എന്നും പലരും ചോദിക്കുന്നുണ്ട്.